ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ കഫേയിലോട്ട് പോവുകയാണ്. കഫേ അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിയിൽ തുടങ്ങിയൊരു കഫേയിൽ ഷാസിൻ്റെ ഒരു പുതിയ നത്തിങ്ങിൻ്റെ ഫോൺ വന്നിട്ടുണ്ട്. എന്തോ 4B സംതിങ് പേരുള്ള കണ്ടില്ല, നോക്കിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചർ സാമ്പിൾസും കൂടെ എടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമ്മൾ ഫോർട്ട് കൊച്ചി പോകാൻ വേണ്ടി ഇരുന്നാണ്, പക്ഷേ ജിജു ആൻഡ് ഡുഡു റെഡിയായി വരുമ്പോഴേക്കും രാത്രിയാവും. നമ്മൾ റെഡിയായി തുടങ്ങി രണ്ടെണ്ണം തന്നെ ലേറ്റായി. ഇനിയിപ്പോൾ ഞാൻ നാളെ ആക്കി ഗൈസ് ഫോർട്ട് കൊച്ചിയിലെ പരിപാടി. നാളെ അവർ എണീക്കുന്നുണ്ടെങ്കിൽ പോകും, ഇല്ലെങ്കിൽ നോ. അവർ വെക്കേഷൻ ആഘോഷിക്കുകയാണ്, ഉറക്കം നല്ല പോലെ ഉറങ്ങുന്നുണ്ട്. ഇവരുടെ ഉറക്കം കാണുമ്പോൾ ഞാനും ആലോചിക്കുകയാണ്, എനിക്ക് ഇതുപോലെ ഉറക്കം കിട്ടിയിരുന്നെങ്കിലെന്ന്. ഉറക്കമില്ലാത്തൊരു ജീവി, ഉറക്കമുള്ള രണ്ട് ജീവികളും. ദാറ്റ് ഇസ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. ടുഡു ഇതൊക്കെയായിട്ട് ഇറങ്ങിയില്ലല്ലോ. ടുഡു ഭയങ്കരമായിട്ട് റെഡി ആവാൻ ടൈം എടുക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ കഫേയിൽ പോകാം ഗൈസ്. ഇന്ന് ഇവർക്ക് എന്തോ വീഡിയോ എടുക്കണമെന്ന്, എന്തോ ഗ്രീറ്റിംഗ് വീഡിയോ അല്ലേ ആർക്കോ. അപ്പം അതും എടുക്കാം, പുതിയ കഫേയുടെ ഫുഡും എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അതാണ് ഇന്നത്തെ പ്ലാൻ. സോ ലെറ്റ്സ് സീ ഗൈസ്. എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മളൊരു വ്ളോഗായിട്ട് അങ്ങ് ഇടാമെന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. ഇവർ പോകുന്നവരെ അതേ നടക്കത്തുള്ളൂ. സോ എനിവേസ്, അവിടെ പുതിയ കഫേയിൽ വെച്ച് കാണാം ഗൈസ്. കഫേ അഡിക്റ്റ് ഉണ്ണിച്ചെറി അങ്ങനെ എന്തോ സ്ഥലമാണ് എടപ്പള്ളിയിൽ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ യാത്ര പോവുകയാണ് ടു കഫേ അഡിക്റ്റ്. അവിടെ പോയിട്ട് ഒരു കഫേയുടെ ആംബിയൻസും പരിപാടികളൊക്കെ നോക്കട്ടെ. കണ്ടത് വെച്ച് കൊള്ളാൻ തോന്നുന്നു ഗൈസ്. അപ്പോൾ പിന്നെ നമ്മളൊരു പ്ലാൻ തന്നെ, നമ്മൾ ഫോർട്ട് കൊച്ചി പോയിട്ട് ഒരു ഫോട്ടോ വാക്ക് പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡുഡുവും ഞാനും ജിജുവായിട്ട് പോയിട്ട് കുറേ ഫോട്ടോസ് എടുക്കും അവിടെ. എനിക്ക് തോന്നുന്നു ഡുഡുവിന് ഞാൻ മറ്റേ ഫൂജി XM5 കൊടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കാൻ. എന്നിട്ട് ഞാൻ ഐഫോണിലോ വല്ലതും തന്നെ ഫോട്ടോസ് എടുക്കാം. ജസ്റ്റ് ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി പോലത്തെ ഒരു സംഭവം ഗൈസ്. അത് മിക്കവാറും നാളെ മറ്റന്നാളെ പോയി എടുക്കണമെന്നുണ്ട്. അതൊരു കോണ്ടന്റ് ആയിട്ട് വരും ഗൈസ്. എന്തായാലും നമ്മൾ ഇനി കഫേ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ കഫേ അഡിക്റ്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി കഫേ ഗൈസ്. സുയ്യോ, രക്ഷയില്ല. നല്ല ആംബിയൻസും മെനു നോക്കിയില്ല ഗൈസ്. നോക്കട്ടെ, എന്തായാലും നല്ല സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിയാം. ഓൾസോ എവരുടെ ആർട്ട് എക്സിബിഷൻ ഞാൻ കാണിച്ചു തരാം, ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ വന്നതേ ഉള്ളൂ. സോ അത് ആർട്ടിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഇത് പിടിച്ചിങ്ങനെ പൊള്ളി. അപ്പോൾ ഗൈസ്, ഇതാണ് ആർട്ട് എക്സിബിഷന്റെ പരിപാടി. സീൻ വിത്തിന്, സീക്ക് വിത്തിനാണോ സീൻ വിത്തിനാണോ സീൻ വിത്തിൻ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാറ്റലോഗ് പോലെ അവരിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ആർട്ടിനെ പറ്റിയൊക്കെ പറയുന്നത്. സോ ആർട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഫുഡ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും പറ്റിയ ഒരു കഫേയാണ് ഗൈസ്. ഇറ്റ്സ് ഗുഡ്, നൈസ്, വെരി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഞാൻ താഴെയും കാണിച്ചു തരാം ഗൈസ് ഇത് കഴിഞ്ഞിട്ട്. ആദ്യം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കട്ടെ. അത്യാവശ്യം കൊള്ളാം കഴിച്ചു. ഒരു ആർട്ട് എക്സിബിഷന് വന്ന പോലെ ഇരുന്ന് നമുക്ക് ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പെസ്റ്റോ പാസ്ത, പിന്നെ ഒരു ചിക്കൻ ടെൻഡേഴ്സ്, പിന്നെ ഒരു കോൾഡ് ബ്രൂ, നമ്മൾ മറ്റേ സോൾട്ടഡ് കാരമൽ കോൾഡ് ബ്രൂ, പിന്നെ ഞാനൊരു ഡൈനമൈറ്റ് ചിക്കൻ ബർഗർ പറഞ്ഞു കഴിച്ചത്. പ്രൈസൊക്കെ വലിയ കുഴപ്പമില്ല, 360. പക്ഷെ പ്രൈസ് ഇവിടെ നമ്മളെ സ്റ്റേക്ക് ഉണ്ട്, ഇതൊരു ദിവസം വന്ന് കഴിക്കണമെന്നുണ്ട് ഗൈസ്. റിബൈ എലൈറ്റ് ഗ്രേഡ്, അത് 920 പെർ ഗ്രാം ആണ്. സോ ബേസിക്കലി 400 ഗ്രാം വരുമ്പോൾ ഇൻറ്റു 10 ഒരു 4000 ഒക്കെ അടുപ്പിച്ച് വരും. എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു. അതോ ഇവിടുത്തെ തന്നെ സോഴ്സ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അതെന്തായാലും ട്രൈ ചെയ്യണം ഗൈസ് ഒരു ദിവസം. പിന്നെ നമ്മളെന്തുവാ കുറച്ച് ഇത്രയൊക്കെ തന്നെ പറഞ്ഞു ഗൈസ്. അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിശപ്പുണ്ടെങ്കിൽ കൂടുതൽ ഓർഡർ ചെയ്യാം. എന്തായാലും ഇത് സ്റ്റാർട്ടിങ് ഡേ അല്ലേ. ഇപ്പം എന്തായാലും ആദ്യമായിട്ട് വന്നതുകൊണ്ട് ചെറുതായിട്ട് അവരുടെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ച് ബർഗർ എന്തായാലും കഴിച്ചു പോകണം ഗൈസ്. ഡൈനാമിക് സോസ് ഇട്ട് ചിക്കൻ, ക്രിസ്പി ചിക്കൻ. സോ ലെറ്റ് സീ ഇഫ് ഇറ്റ്സ് നൈസ് ഓർ നോട്ട്. ആംബിയൻസ് വൈസ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇപ്പം പിന്നെ പുതിയ കടയായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. സോ എനിക്ക് ഡേ ടൈമിൽ ഒരിക്കൽ ഒന്ന് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എത്ര വർഷം ഉണ്ടെന്നുള്ളത്. ഫുഡൊക്കെ വരട്ടെ ഗൈസ്. നമ്മുടെ ഫുഡ് വന്നല്ലോ. ടേക്ക് ഫുഡ് ഫോട്ടോ. ആർ യു ടേക്കിംഗ് വ്ളോഗ്? നീ വീഡിയോ എടുക്കും, എന്നെ കാണിയേ ഗൈസ്. നമ്മൾ വ്ളോഗും എടുക്കുന്നുണ്ട്, ഈ ഫോൺ വെച്ചിട്ടുള്ള കുറെ ഫോട്ടോസും എടുക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ടാണ് ബിസി. ആദ്യം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെ ഗൈസ്, നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നിരിക്കുകയാണ്. ഫുഡ് ഐറ്റംസിൽ ടെൻഡർ, ഫ്രൈസ്, ബർഗറും പാസ്തയും വേറെന്തുണ്ട്. യുവർ ഓർഡർ കെയിം ടെൻഡർ. ഓക്കെ ഗൈസ്, എന്റെ ബർഗറും വന്നു. അവളുടെ പാസ്ത മാത്രമേ വരാനുള്ളൂ. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ്, കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുന്ന പോലെയാണ്. വി ടേക്ക് പിക്ചേഴ്സ്. അപ്പം ഇത് ടെൻഡർ, ഇത് വെഡ്ജസ്, ഇത് എന്റെ ബർഗർ, മറ്റേ എന്തോന്നു ഡൈനമൈറ്റ് ചിക്കൻ ബർഗർ. ഇത് ഇവളുടെ സോൾട്ടഡ് കാരമൽ, അല്ല ഇത് സ്ട്രോബെറി. ഓക്കെ, അപ്പൊ അത് സ്ട്രോബെറി മാച്ച. ഇത് എന്റെ സോൾട്ടഡ് കാരമൽ കോൾഡ് ബ്രൂ. അപ്പോൾ നമ്മളത് എവളിതൊന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എന്തായാലും ഗൈസ് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോൾട്ടഡ് കാരമൽ ഒന്ന് കുറിച്ച് നോക്കട്ടെ ഗൈസ്. സോൾട്ടഡ് കാരമൽ കോൾഡ് ബ്രൂ ഓൾറെഡി മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് നമ്മൾ ഇവിടുത്തെ കോൾഡ് ബ്രൂ ട്രൈ ചെയ്യാൻ പോവാണ്. സോൾട്ടഡ് കാരമലിന്റെ അങ്ങനെ ടേസ്റ്റ് ഇല്ല, മിക്സ് ചെയ്യാത്തണ്ടാണോന്നോ നോക്കട്ടെ. കോൾഡ് ബ്രൂ ഉള്ള കേട്ടോ, നല്ല റിഫ്രഷിംഗ് ആണ്. പക്ഷെ സോൾട്ടഡ് കാരമലിന് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല. സോൾട്ടഡ് കാരമൽ ഇസ് നൈസ്. സ്ട്രോബെറി എങ്ങനെ ഉണ്ട്? ദുഡു, ഹൗസ് സോൾട്ടഡ് കാരമൽ മച്ച?
Is it nice? It's like a hint of salted caramel, no? Try this and see if you are getting salted caramel taste. Slightly. But it's actually Good. nice. Yeah. I wish think this is there was a little bit more salted caramel. because I don't really like cold brew. I think this one's really nice. കുറച്ച് നല്ല ലൈറ്റ് ആണല്ലേ, സ്മൂത്ത് ആണ്. ഇതാണ് ഡുഡുവിന്റെ സെറ്റപ്പ്. ഇങ്ങനെ ഫോൺ എടുത്ത് വയ്ക്കും, കുടിക്കുന്ന വീഡിയോ എടുക്കുക, എന്നിട്ട് എവിടെ പോസ്റ്റ് ചെയ്യും നീ? അവർക്ക് വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോസ് ഒരിടത്തും പോസ്റ്റ് ചെയ്യില്ല ഗൈസ്. പണ്ട് ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ യൂട്യൂബ് തുടങ്ങിയ ശേഷമാണ് ഇപ്പം പബ്ലിക് ഫോറത്തിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാനും ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നല്ലാതെ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ ഈ വെഡ്ജസ് കൊള്ളാമെന്ന് പറഞ്ഞത് കൊണ്ട് പാസ്ത. ഇതാണ് ഗൈസ് ഡുഡൂസ് പാസ്ത. എല്ലാം പച്ച. ഇത് സൂപ്പർ കേട്ടോ ഈ സാധനം. വെഡ്ജസ് കിടിലം ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. പെരി പെരി. ഓ, സീസണും കിട്ടില്ല ഗൈസ്. ലെറ്റ് മീ ടേസ്റ്റ് മൈ ബർഗർ. ചിക്കൻ ഡൈനമൈറ്റ് ബർഗർ ആണ് ഗൈസ്. ഇവരുടെ ഷെഫ് സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് തന്നെ ട്രൈ ചെയ്യാം. ലെറ്റ് മീ ട്രൈ. ഓ, ഇത് വെച്ചോണ്ട് വീഡിയോ ഈറ്റി ഒരുമിച്ച് നടക്കും. അവർ ഹാൻഡ്സ് കോർഡിനേഷൻ ഡസൻ വർക്ക്. ഇഫ് യു ലൈക്ക് ക്രഞ്ചി ബർഗർ, ഭയങ്കര ക്രഞ്ചി. ക്രിസ്പി അല്ല, ക്രഞ്ചിയാണ് ഭയങ്കര. അതിൻ്റെ ഒരു ഔട്ടർ ബാറ്റർ. കൊള്ളാം. നൈസ് ക്രഞ്ചി ബർഗർ. വെള്ള ടെൻഡർ കഴിച്ചോട്ടെ, ഏകദേശം സെയിം ടേസ്റ്റ് ആണ്. This is some type of salsa. Almost like this. The burger nothing is now. I don't know, Jiddu. I told you, right? It's very crunchy. Also. Stabata. Hey, I love the other half. No, that you eat. Give her also one bite. അപ്പോൾ ഗൈസ് അവർ വന്ന് ചോദിച്ചു ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ മെയിൻ സാധനങ്ങളൊക്കെ നമ്മൾ ഇനി കഴിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എസ്പെഷ്യലി പാസ്താസ്, സ്റ്റേക്ക്, അങ്ങനത്തെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. ബർഗറും ഈ ഫ്രൈസും സാധനങ്ങളും പാസ്ത. അവൾ പിന്നെ ചട്ടൻ സാധനങ്ങളെ തിന്നത്തുള്ളൂ. ഷാസൊക്കെ വന്നതിന് ശേഷം ഒരു ദിവസം വരാൻ കഴിച്ചു. നമുക്ക് ഇവിടുത്തെ സ്റ്റേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. സ്റ്റേക്കൊക്കെ കഴിക്കുന്ന ആൾക്കാരോട്ട് വരാം. പിന്നെ വേറെ കുറച്ച് എന്തോ പാസ്ത, പ്രോൺസിന്റെ എന്തൊക്കെ സ്പെഷ്യാലിറ്റി പാസ്തയൊക്കെ ഉണ്ട്. നല്ല വിശന്നിരിക്കുമ്പോൾ വരാൻ കഴിച്ചു. ഇപ്പൊ എനിക്ക് ഇന്ന് വലിയ വിശപ്പില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഇതിന്റെ ആംബിയൻസ് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോ ഏർലി ഡിന്നറാണ്. അടി പാസ്ത എങ്ങനെ ഉണ്ട്? ഈ പാസ്ത ലെറ്റ് മീ ട്രൈ. ഇതിലേക്ക് ഇഷ്ടപ്പെട്ടാ? ലുഡുവിന്റെ പാസ്ത, പെസ്തോ ചിക്കൻ പാസ്ത ട്രൈ ചെയ്തോളാം. പെസ്തോ ഇഷ്ടമുള്ളവർക്ക്, എല്ലാവർക്കും പെസ്തോ ഇഷ്ടപ്പെടില്ല ഗൈസ്. ചിലർക്ക് മാത്രമേ പെസ്തോ ഇഷ്ടമുള്ളൂ. പെസ്തോ ഇസ് നൈസ്. ഇറ്റ്സ് വെരി ലൈറ്റ്, നോട്ട് വെരി ഹെവി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഗൈസ്. ബിക്കോസ് അത്രയ്ക്ക് സ്ട്രോങ് പെസ്തോയുടെ ഫ്ലേവർ ഇല്ല. നമുക്ക് ആ ഒരു ഹിന്റ് ഓഫ് പെസ്തോ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മോർ ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണിത്. ഇപ്പം ബാക്കിയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള പെസ്തോ ഫ്ലേവർ ഉണ്ട്. ഞാൻ കഴിച്ചതിലൂടെ എന്തായാലും നമുക്ക് നോക്കാൻ കഴിച്ചു. ഞാൻ കുറച്ച് പെസ്തോ ലവറാണ്. ഐ ട്രൈ ഓൾമോസ്റ്റ് എല്ലായിടത്തും. പിന്നെ ഈ ബർഗർ കൊള്ളാം അല്ലേ, നൈസ് ക്രഞ്ചി. ഹാഫ് അവള് കഴിച്ചു, ഹാഫ് ഞാൻ കഴിക്കാൻ കഴിച്ചു. പിന്നെ ഈ ഒരു പെറി പെറി ഫ്രൈസിന്റെ ആ ഒരു സീസണിങ് കിഡില്ല. നല്ല സൂപ്പർ പെറി പെറി സീസണിങ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് ബൈറ്റ് ഒക്കെ ആണെങ്കിലും വരാം. ഈ ഒരു കഫേ പ്ലസ് ആർട്ടിസ്റ്റിക് ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ കഴിച്ചു. ഭയങ്കര നല്ല കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. വലിയ തിരക്കും ഇല്ല, ബഹളവും ഇല്ല. വേണമെങ്കിൽ അവിടെ വർക്കിംഗ് സ്പേസ് പോലെ നിങ്ങൾക്ക് അവിടെ വന്ന് ലാപ്ടോപ്പ് ഒക്കെ കണക്ട് ചെയ്തിരുന്ന് ചില്ല് ചെയ്യാം. ആ ഒരു ഏരിയയിൽ ബിഹൈൻഡ് വിൻഡോ അവിടെയൊക്കെ ഉണ്ട്. ഇത് മോറിലേക്ക് ഒരു എന്താ പറയുമല്ലോ, വർക്ക് ഫ്രം കഫേ സെറ്റപ്പിൽ ചെയ്തേക്കുന്ന ഒരു ഐറ്റമാണ്. അത്യാവശ്യം കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി ഇവരിപ്പോൾ സോഫ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ, 2 വീക്ക് ആയിട്ടേ ഉള്ളൂ. ആൻഡ് ദേ ഹാവ് ബ്രാഞ്ചസ് ഇൻ തൃശ്ശൂർ ആൻഡ് ഗുരുവായൂർ. അതിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നു അവിടുത്തെ മാനേജറായിട്ട്. സോ നൈസ്. സോഫ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ ഗൈസ്. സോ എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഫോർ ദ ആംബിയൻസ് ആൻഡ് ദ ഫുഡ് ഈസ് റിയലി ഗുഡ്. കഫേ ഫുഡ് ഗൈസ്. പിന്നെ പാസ്തയൊക്കെ കൊള്ളാം. ഇനിയിപ്പം വന്നിട്ട് പ്രോപ്പർലി ബാക്കി സ്റ്റേക്കും സാധനവും കൂടെ ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇവൻ ചിക്കൻ സ്റ്റേക്കും എല്ലാം ഉണ്ട്. സോ വി വിൽ കം അഗെയിൻ ടു എക്സ്പ്ലോർ മോർ. അപ്പം എന്തായാലും ഇത് കഴിക്കട്ടെ ഗൈസ്. ഇപ്പം ഇതിന്റെ അടിയിലായിരുന്നു സോൾട്ട് കാരമൽ. ഇപ്പൊ ഞാൻ നല്ലപോലെ കലക്കിയപ്പോൾ അത് വർക്കായി. അടിപൊളി ടേസ്റ്റ് ഗൈസ്, സൂപ്പർ. Now try it. We didn't even get this taste when we were drinking it. Oof, now it's so tasty. That is sweet. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി ഫുഡായിരുന്നു. വാട്ട് എവർ വി ഓർഡേർഡ് വാസ് റിയലി ഗുഡ് അല്ലേ ജുജു? ഇത് നൈസായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവള് പാസ്ത പതുക്കെ തിന്ന് ഇറക്കുന്നുണ്ട്. കഴിച്ചോ ഫുള്ള് ഫിനിഷ് ചെയ്തോ? ഹൗസ് ദ പാസ്ത? ഇസ് ഇറ്റ് ഗുഡ്? ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവളെ തിന്നുന്നുണ്ട്. അവൾക്ക് അതിന്റെ പാസ്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇനി ഒരു ദിവസം വീണ്ടും വരാം.
എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ റിബൈ സ്റ്റേക്ക് പ്രീമിയം എലൈറ്റ് എഡിഷൻ. എന്തായാലും ഒരു 10,000-4,000-5,000 ആവും. സോ അതെന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷേ ഇത് എക്സ്പെൻസീവ് ആണ് ഗൈസ്. എനിവേസ് ആംബിയൻസും എല്ലാം അടിപൊളിയാണ് ഗൈസ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. വന്ന് നല്ല സമാധാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഏരിയയിലാണ്. ഇഷ്ടംപോലെ പാർക്കിങ്ങും ഉണ്ട്. സോ ചിലപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് കഫേ ആവാൻ ചാൻസ് ഉണ്ട്. അത് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ എന്തായാലും ഒന്ന് കഫേയുടെ അത് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് ഫുഡ് കഴിച്ചിറങ്ങി. പക്ഷെ നല്ല കിടിലം മഴ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള കഫേ. ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. അവര് ഇപ്പൊ സോഫ്റ്റ് ലോഞ്ച് ആയതേ ഉള്ളൂ. രാവിലെ 12 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പം 11:30-12 മണിക്കാണ് ഓപ്പണിംഗ്. രാത്രി 12 മണി വരെ ഉണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അത്യാവശ്യം നല്ല വൈബുള്ള കഫേ. ഇനി കുറെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാനുണ്ട്. അവരുടെ V60 സ്റ്റേക്കും ഒക്കെ. അപ്പൊ എന്തായാലും ഒരു ദിവസം വരുന്നുണ്ട് ഗൈസ്. അതും കൂടെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും വീട്ടിൽ പോവാണ്. ഇന്നത്തേക്ക് എത്ര ഉള്ളു ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഡുഡു. ബൈ ബൈ ഗൈസ്.